ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഷാജിയുടെ 2-3 വീഡിയോ നമ്മൾ ചെയ്തതാണ്. വീണ്ടും ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. എന്നാൽ 2-3 കാര്യം പുതിയ വീഡിയോയിൽ അവൾ പറയുകയും അത് പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ കടിയെന്നും അവർക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതുന്ന കമൻറ്റുകൾ വായിച്ചാൽ അവൾക്കാണ് കൂടുതൽ ചൊറിച്ചലെന്നും മനസ്സിലാകുമെന്നാണ് ഷാജി പറയുന്നത്. വീട്ടിലുള്ള പെണ്ണുങ്ങളെ വരെ തെറി പറയുന്ന ഒരു കോലത്തിലേക്ക് നമ്മൾ ഷാജിദ മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ ഇത്തരം കമൻറ്റുകൾ എഴുതുന്നത് എന്ന് ഷാജിദ ഒരിക്കലെങ്കിലും ചിന്തിച്ച് നോക്കണം. കാരണം ഒരു കല്യാണം കഴിച്ച ഒരു 5 മക്കളുള്ള ഒരു സ്ത്രീ നമ്മുടെ നാട്ടിലും ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ഒരു കല്യാണം കഴിച്ചു എന്നും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പൊതുജന മധ്യത്തിൽ വന്ന് പറയുന്നില്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷം മറ്റൊരാൾ റൌഫ് എന്ന് പറയുന്ന ഒരാൾ പേര് പറയുന്നു. അതിനു മുമ്പേ ഷെറഫ് അലി എന്ന് പറയുന്ന ഒരാൾ പേര് പറയുന്നു. അത് രണ്ടും കഴിഞ്ഞതിന് ശേഷം അത് രണ്ടുമല്ല മൂന്നാമത് വേറെ ഒരാളുണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും വീട്ടിലുള്ള പെണ്ണുങ്ങളും അതുപോലെ തന്നെ ആണുങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ വന്ന് ചിലപ്പോൾ വളരെ മോശമായ ചില കമൻറ്റുകളെല്ലാം എഴുതാൻ സാധ്യതയുണ്ട്. എന്നാലും മോശമായ കമൻറ്റുകൾ ആരും തന്നെ എഴുതാൻ പാടില്ല. അത്തരം കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷാജിദക്ക് ഇപ്പോൾ കേസ് കൊടുക്കാവുന്നതാണ്. ഈ റോസ് കേസ് കൊടുത്ത് ചെമ്മണ്ണൂരിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ നീങ്ങാവുന്നതാണ്. തീർച്ചയായിട്ടും താങ്കളുടെ പക്ഷത്താണ് തെറ്റ് എന്ന് താങ്കൾക്ക് തീർത്തും ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് താങ്കൾ അത്തരം ഒരു പരിപാടിക്ക് മുതിരാത്തത്. തീർച്ചയായിട്ടും വീട്ടിലുള്ള പെണ്ണുങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഷാജിദ മനസ്സിലാക്കേണ്ട മറ്റ് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ആദ്യമായി ഷാജിദ പറയുന്ന വാക്കുകളൊന്ന് കേൾക്കാം. എൻ്റെ എനിക്ക് കളറ് ഇത്ര ഇരുന്നറാണ്, കളറില്ല, ഓക്കെ ശരിയാണ്. പക്ഷെ എൻ്റെ ഭംഗി അല്ലെങ്കിൽ എൻ്റെ ലുക്ക് ഇതന്നെ ആണല്ലോ. നിങ്ങളത് മാറ്റാനൊന്നും പറ്റില്ലല്ലോ. എൻ്റെ മുഖം, ഫേസ് അല്ലെങ്കിൽ എൻ്റെ ഈ ഫേസിൽ കാണുന്ന ലുക്ക് നിങ്ങൾക്ക് മാറ്റാനൊന്നും പറ്റില്ല. അത് ഫിൽറ്റർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗി തോന്നിക്കണം. അത് കാണുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് മുട്ടാണ്. ഈ പെണ്ണുങ്ങൾ കാണിട്ട കൂടുതൽ പ്രശ്നം. ഓ എന്തോ ഇവളിത്ര അത് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആ പെണ്ണുങ്ങൾക്ക് ആയിരിക്കും കൂടുതൽ പ്രശ്നം. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് എവിടെയും പുറത്ത് പോകാൻ പറ്റുന്നില്ല. അവരുടെ ഹസ്ബൻഡുമാർ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെങ്കിലും വിടുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ പുറത്ത് പോകുമ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റേതായ കുറച്ച് ചെറുതായിട്ടുള്ള കടികൾ അവർക്കുണ്ടാവും. ചെറിയ ചൊറിച്ചിലുണ്ടാവും. ആ ചൊറിച്ചിലിൻ്റെ പുറത്താണ് ഇവർ കമൻസ് ഇടുന്നത്. അത് കഴിഞ്ഞ് ഷാജിദ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഭർത്താക്കന്മാരുടെ സമ്മതമില്ലാതെ പുറത്തു പോകാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന നമ്മുടെ സ്ത്രീകൾക്ക് ഇത്തരം സ്ത്രീകളെ കാണുമ്പോൾ അസൂയയാണ്. അതുകൊണ്ടാണ് അവർ കമൻറ്റ് ബോക്സിൽ വന്ന് ഇത്തരം ചൊറിച്ചിലുള്ള കമൻറ്റുകൾ എഴുതുന്നത് എന്നാണ് വളരെ പവിത്രയായ നമ്മുടെ ഷാജിദ പറയുന്നത്. തീർച്ചയായിട്ടും വളരെ ബഹുമാനം അർഹിക്കുന്ന ഒരു വർത്തമാനം തന്നെയാണത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ യൂട്യൂബിൽ തുടരുന്നതും നിങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ ആൾക്കാർ കാണുന്നതും. തീർച്ചയായിട്ടും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു പറ്റം ആൾക്കാർ മാത്രമാണ് അത് കാണുന്നത്. തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വൃത്തികെട്ട പ്രവർത്തനങ്ങളോ വൃത്തികെട്ട വാക്കുകളോ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിന്ന് വേദന ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള കമൻറ്റുകൾ അവർ താഴെ വന്ന് എഴുതുകയും ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും താങ്കൾക്ക് അതും ഇഷ്ടമില്ല എങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫാക്കിയാൽ മതി എന്ന് മാത്രം ഓർമ്മിക്കുന്നു. അതുപോലെ തന്നെ ഷാജിദ പറയുന്നൊരു പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ കണ്ണൂരിലുള്ള വേറൊരു വ്യക്തിയെക്കുറിച്ച് ഒരു വർത്തമാനവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വളയ്ക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ കഴിവാണ് എന്നാണ് ഷാജിദ പറയുന്നത്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ മറ്റ് കുറച്ച് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. തൻ്റെ 5 മക്കളെ ഇന്ന് പൊന്നുപോലെ നോക്കുന്നുണ്ട് എന്നും താൻ ഡ്രസ്സ് എടുത്താൽ അവർക്ക് ഡ്രസ്സുമായി കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അതെല്ലാം നല്ല കാര്യം തന്നെയാണ്. ഷാജിദയുടെ ഇന്റർവ്യൂയുടെ ഏതാനും ചില ഭാഗങ്ങൾ കൂടി തൻസീലിൻ്റെ കൂടെയാണ്. ഇനി തൻസീലിനെ അവൾ വളയ്ക്കും, ഇതാക്കും, അങ്ങനെയൊക്കെ. അങ്ങനെ വളയ്ക്കുന്നുണ്ടെങ്കിൽ അവരുടെ എൻ്റെ കയ്യിലാക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവാണ്. അതിൽ നിങ്ങൾ എന്താ പറയുക, ഇതാക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ പുറത്ത് പോയ വീഡിയോസ് ഇടണു, അതിന് ചർച്ച. ഒറ്റയ്ക്ക് പോയാൽ പറയും ഒറ്റയ്ക്കൊക്കെ ഇവള് പോവോ, ഒറ്റയ്ക്ക് എന്തിനാ പുറത്ത് പോണത്. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഫ്രണ്ട്സുകളുടെ കൂടെ പോയാൽ പറയും അപ്പോൾ എന്താണ് ഇവള് കണ്ട ചെക്കന്മാരുടെ കൂടെ അഴിഞ്ഞാടാൻ പോവാണ്, ഇവള് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം. അപ്പം ഇന്നലെ ഞാൻ അപ്രതീക്ഷിതമായിട്ട് തൻസീൽ കണ്ണൂരിനെ കണ്ടു, സംസാരിച്ചു, ഒരു വീഡിയോ ചെയ്യാമെന്ന്. കാരണം ഞാൻ അവരുടെ വീഡിയോസൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ആണിൻ്റെ കൂടെ കണ്ട അപവാദമാണ്. അവൾ അവൻ്റെ കൂടെ ഇരുന്നു. ഇന്നലെ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് ജംഷീദിൻ്റെ കൂടെയാണ്. ഇനി ജംഷീദിനെ ഇതാക്കും, അങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കും.
എന്താ ഈ മനുഷ്യന്മാർക്ക് എന്താ പറയണ്ടെന്ന് അറിയണില്ല. എന്നിട്ട് അവരെന്ത് അവരുടെ ഉപ്പുള്ളതിനേക്കാളും നല്ല രീതിയിൽ ഞാൻ അവരെ നോക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ട ഡ്രസ്സുകൾ. എനിക്ക് ഡ്രസ്സ് എടുത്താൽ എൻ്റെ 5 മക്കളും വരണോ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ പറയും പോലെ പോണോടേക്ക് കണ്ട ചെക്കന്മാരനായിട്ട് പിന്നെ നീ എവിടെ താമസിക്കുക അല്ലെ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കണെന്നാണ്. ഇപ്പൊ ഞാനൊരു ട്രെയിനിൽ കയറിയാൽ തന്നെ നിങ്ങൾ കേട്ടിട്ടാണോ ഷാജിദ പറയുന്നത്? അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക കഴിവാണ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അത് എന്തെങ്കിലും ആവട്ടെ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. തീർച്ചയായിട്ടും അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല. എന്തുകൊണ്ട് ജനങ്ങൾ ഇത്തരം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരം മെസ്സേജുകൾ അവരുടെ കമന്റ് ബോക്സിൽ നിറയുന്നു എന്നുള്ള കാരണം എന്താണെന്ന് അവർ ചിന്തിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അത്തരം ഒരു ഓഡിയൻസ് അദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചാനലും റീച്ചായി പോകുന്നത്. തീർച്ചയായിട്ടും മാത്രം ഓഡിയൻസിന് ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ഏറ്റവും കൂടുതൽ തന്റെ കമന്റ് ബോക്സിൽ നിറയുന്നത് വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ മെസ്സേജാണ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവർക്ക് സാജിദയോട് സ്നേഹമുണ്ട്. കാരണം 5 കുട്ടികളുടെ ഒരു ഉമ്മയാണ് എന്ന് പറയുന്നു. 5 കുട്ടികളുടെയും ഉമ്മ കളയുന്നില്ല, നോക്കുന്നുണ്ട് എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ആ കുട്ടികൾ യത്തീംഖാനയിലാണെങ്കിലും അവരെ സംരക്ഷിക്കുന്നത് ഉമ്മ തന്നെയാണ്. അതുകൊണ്ടുള്ള ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ് വീട്ടിലുള്ള സ്ത്രീകൾ എല്ലാം തന്നെ സാജിദയ്ക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അതുപോലും ഇല്ലാതാക്കുന്ന ഒരു നിലയിലേക്കുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് സാജിദ മുഴുകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇല്ല എങ്കിൽ സാജിദാക്കും ഈ യൂട്യൂബ് രംഗത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതുപോലെ തന്നെ താങ്കൾ വലിയൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടോ 2 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ളതുകൊണ്ടോ ഒന്നും അല്ല. താങ്കൾ ഇന്ന് വന്ന കല്യാണം കഴിച്ച് ഇതാണ് എൻ്റെ മഹർ എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുമ്പോൾ താങ്കൾ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും അത്തരമൊരു കാര്യം ഫേക്കായി നിങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നേരിടാൻ നിങ്ങൾ സന്നദ്ധരായിരിക്കണം എന്നുകൂടി നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും പോസ്റ്റുകൾ ഇടുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.